നമസ്കാരം. ശ്രീകലാ ധനേഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാനിന്ന് പറയാൻ പോകുന്നത് ബൃഹസ്പതി ഇന്ദ്രനെ ഉപേക്ഷിച്ചതും വിശ്വരൂപൻ ദേവഗുരുവായതും എന്ന കഥയാണ് പറയാൻ പോകുന്നത്. ശ്രീശുകൻ പരീക്ഷത്തിനോട് പറഞ്ഞു, ഒരിക്കൽ ദേവേന്ദ്രൻ ഇന്ദ്രാണിയോടുകൂടി ദേവസഭയിൽ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. താൻ ത്രിലോകാധിപതിയാണെന്നുള്ള അഹങ്കാരവും ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ദേവന്മാരുടെ പരമഗുരുവായ ബൃഹസ്പതി സഭയിലേക്ക് പ്രവേശിച്ചു. ഇന്ദ്രൻ ഗുരുവിനെ കണ്ടു. പക്ഷേ പതിവ് പോലെ ചെയ്യാറുള്ള ഉപചാരങ്ങളൊന്നും ചെയ്തില്ല. ആത്മബന്ധുവായ ഗുരുവിനെ വന്ദിക്കുന്നത് ഗുരുവിന് ഒരു പ്രയോജനത്തിനുമായിട്ടല്ല, പിന്നെയോ അവരവരുടെ ശ്രേയസ്സിനു വേണ്ടി മാത്രമാണ്. വിധിവശാൽ ഇന്ദ്രന് അപ്പോൾ ആ വകതിരിവുണ്ടായില്ല. സിംഹാസനത്തിൽ ഉറച്ചിരുന്നു. ഗുരുനാഥൻ അത് കണ്ടു. അഹങ്കാരിയായ ഇന്ദ്രനെ ശപിക്കാൻ ശക്തനാണ്, എങ്കിലും അത് ചെയ്തില്ല. ഇന്ദ്രനെ ഐശ്വര്യമതം ബാധിച്ചിരിക്കുന്നു, അതിനെ ഇല്ലാതാക്കണം. കൂടാതെ ഇതുകൊണ്ട് മേലിൽ ചില വിശേഷ ഗുണങ്ങളും ഉണ്ടാകും എന്നീ പ്രകാരം നിശ്ചയിച്ച് ദീർഘദർശിയായ ബൃഹസ്പതി എവിടെയോ പോയി പറഞ്ഞിരുന്നു. അല്പസമയത്തിനകം ഇന്ദ്രന് തൻ്റെ അപരാധത്തെക്കുറിച്ച് ബോധമുണ്ടായിട്ട് ഇപ്രകാരം പശ്ചാത്തപിച്ചു. കഷ്ടം, എൻ്റെ പ്രവൃത്തി എത്ര നിന്ദ്യമായി പോയി. ഐശ്വര്യമതത്താൽ അന്ധനായിട്ട് മഹാ അപരാധം ചെയ്തുവല്ലോ. ഇപ്പോൾ തന്നെ ആചാര്യ പാദങ്ങളിൽ വീണ് ക്ഷമായാചനം ചെയ്ത് പ്രസാദിപ്പിക്കണം. ഇങ്ങനെ നിശ്ചയിച്ച് ഗുരുഗൃഹത്തിൽ ചെന്നു. പക്ഷേ ഗുരുവിനെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. നിരാശനായി മടങ്ങേണ്ടി വന്നു. ദേവന്മാരെ ഗുരു കൈവിട്ടുവെന്ന് ആചാര്യന്മാർ അറിഞ്ഞു. അസുരന്മാർ അറിഞ്ഞു. ഇതുതന്നെ തരമെന്ന് നിശ്ചയിച്ച് അവർ തങ്ങളുടെ ഗുരുവായ ശുക്രാചാര്യരുടെ അനുഗ്രഹത്താൽ ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് സ്വർഗത്തിൽ നിന്നും ഓട്ടിച്ചു. ദേവന്മാർ ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, കഷ്ടം, ആരെങ്കിലും ഗുരുവിനെ അപമാനിക്കുമോ? ഈശ്വരനെ നിന്ദിച്ചാൽ പോലും ഗുരു രക്ഷിക്കും, ഗുരുവിനെ നിന്ദിച്ചാലോ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. അസുരന്മാർക്ക് ഗുരുപ്രസാദത്താൽ അഭിവൃദ്ധി ഉണ്ടായത് കണ്ടില്ലേ? ഏതായാലും ഒന്ന് ചെയ്യുവിൻ. ത്വഷ്ടാവിൻ്റെ പുത്രനായ വിശ്വരൂപിനെ തൽക്കാലം ഗുരുവായി വരിക്കുവിൻ. അവൻ്റെ ആത്മാവ് അസുരവംശജയാണ്, എങ്കിലും ആത്മജ്ഞാനിയും മഹാതപസ്വിയുമാകയാൽ നിങ്ങൾ ദോഷചിന്ത കൂടാതെ സേവിച്ചാൽ ക്ഷേമമുണ്ടാകും. ബ്രഹ്മാവിൻ്റെ ഉപദേശാനുസരണം ദേവന്മാർ വിശ്വരൂപനോട് പുരോഹിതനായിരിക്കുവാൻ അപേക്ഷിച്ചു. പൗരോഹിത്യം നിന്ദ്യമാണെന്ന് വിശ്വരൂപൻ അറിയാം, എങ്കിലും സമ്മതിച്ചു. വിശ്വരൂപൻ ദേവേന്ദ്രന് ശ്രീനാരായണ കവചമന്ത്രത്തെ ഉപദേശിച്ചു. ആ മന്ത്രശക്തിയാൽ അസുരന്മാരുടെ ഐശ്വര്യത്തെ ആകർഷിച്ച് ഇന്ദ്രന് കൊടുത്തു. വീണ്ടും ത്രൈലോകാധിപതിയാക്കി വാഴിച്ചു. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.